നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് MDMA. നമ്മുടെ തൂഫാൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ധാരാളം ലഹരി ഉപയോഗിക്കുന്നവരെ, ലഹരി ഏജൻറ്റ് അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരെയൊക്കെ പിടികൂടുവാൻ സാധിച്ചു. വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് കൊണ്ട് ഒരുപാട് പേരെ ഇവർക്ക് പിടികൂടാൻ സാധിച്ചു. നമ്മളിനി നിർബന്ധമായിട്ട് ഇത് തുടച്ചു നീക്കുന്നതിനോടൊപ്പം ഇവരെ പിടികൂടി അവർ കസ്റ്റഡിയിൽ എടുക്കുന്നതിനോടൊപ്പം ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിലും ഇപ്പോഴും രഹസ്യമായി ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവർക്കൊരു ദ്രോഹമല്ല ചെയ്യുന്ന മാതാപിതാക്കൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായും വൈദ്യപരിശോധന നടത്തുക. ഈ ഒരു വർഷത്തിനുള്ളിൽ MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതറിയുന്നതിനുള്ള ഒരു സജ്ജീകരണം നമ്മൾക്കതൊരു മെഡിക്കൽ ചെക്കപ്പിലൂടെ അറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിന് പിന്മാറുവാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു റെക്കോർഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗവൺമെൻറ് സൈറ്റിൽ ഉപയോഗിക്കുന്നവരുടെ, അതായത് അമിതമായി ഉപയോഗിക്കുന്നവർ, റയറായിട്ട് ഉപയോഗിക്കുന്നവർ, അവർ കാറ്റഗറീസ് അനുസരിച്ച് നമ്മൾ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കും. കാരണം നാളെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ അവർ ചെന്നെത്തുന്നത്, ഇനി ഗേളായിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, ഇങ്ങനെ ഉള്ള ഒരാളുടെ വലയിലാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം കഷ്ടത്തിലാവും. അത് അനുവദിക്കാതിരിക്കാൻ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ നമ്മൾ ചെയ്യുന്നത് വിവാഹം നമ്മളത് പരസ്പരം സമ്മതിക്കുന്ന സമയത്തിനും തൊട്ട് മുമ്പായിട്ട് തന്നെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റിൻ്റെ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. ഇരു കൂട്ടർക്ക് നടത്തണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഗേൾസും ഇതിന് ഒരുപാട് അഡിക്ഷനായിട്ടുണ്ട്. അപ്പോൾ രണ്ടു പേരിലും അതിൽ ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതത്തോടെ നടത്താൻ സാധിക്കൂ. കാരണം ഇപ്പോൾ കാണുന്ന ഈ മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും മറ്റുള്ളവരെ അച്ഛനമ്മമാരെ കൊല്ലുന്നുണ്ട്, കാമുകൻ കാമുകയെ, കാമുകി കാമുകനെ, അങ്ങനെയൊക്കെ ഒരുപാടങ്ങ് ഇതിൻ്റെ ഒരു വരവോടുകൂടി ഒരുപാട് മരണങ്ങൾ, അനാവശ്യ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അനാവശ്യ മരണങ്ങൾ ഒഴിവാക്കുന്നതിനും വിവാഹത്തിന് മുമ്പ് തീർച്ചയായും MDMA സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയോ അധികാരികളുടെയോ സൈറ്റിൽ അത് നോട്ട് ചെയ്ത് റെക്കോർഡിക്കലായിട്ട് വെക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ദോഷം വരുന്നത്, ഇപ്പം നല്ലൊരു ഓഫീസിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, കമ്പനീസ് പോലും ഇതിന് നമ്മൾ പോലീസ് ക്ലിയറൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവർ ചെക്ക് ചെയ്യും. MDMA ഉപയോക്താവാണെങ്കിൽ അവർക്ക് ആ ജോലിയിൽ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ ആ മനസ്സ് ഒരിക്കലും പോസിറ്റീവായിരിക്കില്ല, നെഗറ്റീവ് വൈബായിരിക്കും. അപ്പോൾ അത് അവരുടെ കമ്പനിയെ പോലും നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇതുപോലെ സ്കൂൾ കോളേജ് കഴിഞ്ഞാൽ ഓഫീസ്, ആഫ്റ്റർ ദാറ്റ് ഓരോ ഭവനങ്ങളിലും വേണമെങ്കിൽ ഒരു മെഡിക്കൽ ക്യാമ്പ്, അതായത് ഓരോ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. മുമ്പൊക്കെ നമുക്ക് കൊറോണ വന്നപ്പം നിർബന്ധമാക്കിയിരുന്നില്ലേ വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ നിർബന്ധമായും എല്ലാവരും അവരുടെ ആധാർ കാർഡുമായിട്ട് ചെല്ലുക, ഇവരുടെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് MDMA ഉപയോഗിച്ചിട്ടില്ലെന്നുള്ള ആ സർട്ടിഫിക്കറ്റ് ഉറപ്പുവരുത്തി നമ്മളത് വാങ്ങണം. നമുക്ക് വാങ്ങേണ്ടത് അത്യാവശ്യമാണല്ലോ, നമ്മളത് വാങ്ങിയിരിക്കണം. ഒരു MDMA സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇറങ്ങുമ്പോൾ ഉപയോഗിച്ചവർക്കും കിട്ടും, ഉപയോഗിക്കാത്തവർക്കും കിട്ടും. അപ്പം നാളെ നമ്മൾ ഒരു വിവാഹാലോചന അല്ലെങ്കിൽ ഒരു കമ്പനി ജോലിയൊക്കെ വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മളിത് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സംവിധാനം വരുമ്പം ഭൂരിഭാഗം ഒരു 90% ഉപയോഗിക്കുന്നവർ ഇതിൽ നിന്ന് പിന്മാറും. എന്തായാലും ഓരോരുത്തർക്കും അവരവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരു സ്വപ്നമുണ്ട്. ഇപ്പം ചെയ്യുന്നത് പെട്ടെന്ന് അറിവില്ലായ്മയിലാണ് കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയും ഒരു മെഡിക്കൽ ക്യാമ്പിലൂടെ എല്ലാവരെയും സർട്ടിഫിക്കറ്റുകൾ അവർക്കും കൊടുക്കണം.
സ്കൂളാണെങ്കിൽ സ്കൂളും സൂക്ഷിക്കണം, കോളേജാണെങ്കിൽ കോളേജ് സൂക്ഷിക്കണം. കാരണം വെച്ചാൽ നാളെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ നമുക്ക് നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് പോകും. ഇതിങ്ങനെ ഒരു വ്യക്തി ഇത് ഉപയോഗിക്കുന്ന ആണെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു സംവിധാനം കൊണ്ട് വരുമ്പം, സ്ട്രിക്റ്റോടുകൂടി വരുമ്പോൾ ജനങ്ങൾ കുറച്ചും കൂടി ബോധവൽക്കരണം കൊടുത്തതിന് ശേഷം അവർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ആവശ്യം മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള അനാവശ്യ മരണങ്ങളെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.